നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുരാതന ജ്ഞാനഗ്രന്ഥത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്, മഹാനാരായണ ഉപനിഷത്ത്. പക്ഷേ ഇതൊരു സാധാരണ വായനയല്ല, ഒരു ചിന്താപരീക്ഷണമാണ്. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ, ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങൾ, അതൊന്നും വാക്കുകളിൽ ഒതുക്കാൻ കഴിയില്ലെങ്കിലോ? അപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒന്നാണ്. വളരെ ആഴത്തിലുള്ള ആത്മീയവും ദാർശനികവുമായ ഉൾക്കാഴ്ചകൾക്ക് പേരുകേട്ട ഒരു വിശുദ്ധ ഗ്രന്ഥം. അതിനു മുമ്പ് എന്താണ് ഈ ഉപനിഷത്ത് എന്ന് പറയാം. വളരെ ലളിതമായി പറഞ്ഞാൽ, പരമമായ സത്യത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കുന്ന പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളാണിത്. ജ്ഞാനത്തിന്റെ ഒരു വലിയ കലവറ തന്നെ. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഈ പുരാതന ജ്ഞാനത്തെ നമ്മളൊരു പുസ്തകമായിട്ട് സങ്കൽപ്പിച്ചാൽ അതിന്റെ താളുകളിൽ എന്തായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്? ഞാൻ വലിയ ആകാംക്ഷയോടെ ഇതിന്റെ ആദ്യത്തെ പേജ് തുറക്കുകയാണ്. പക്ഷേ ഇത് ശൂന്യമാണല്ലോ, ഒരക്ഷരം പോലുമില്ല. ചിലപ്പോൾ ആദ്യത്തെ പേജ് ഇങ്ങനെയായിരിക്കും, അല്ലേ? ശരി, നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇതും ശൂന്യമാണ്. എന്റെ ആകാംക്ഷ ഇപ്പോൾ പതിയെ ഒരു സംശയത്തിലേക്ക് മാറുന്നു. ഇതെന്താ ഇങ്ങനെ? ഞാൻ വീണ്ടും താളുകൾ മറിച്ചു നോക്കുകയാണ്. ഓരോന്നും ഒന്നിനു പിറകെ ഒന്നായി. എല്ലാം ശൂന്യമാണ്. ഈ പുസ്തകത്തിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം, ഈ ഗ്രന്ഥം എന്തു പറയുന്നു എന്നത് ഇവിടെ തെറ്റാണ്, അല്ലേ? പകരം നമ്മൾ ചോദിക്കേണ്ടത് ഇതാണ്: ഈ നിശബ്ദത, ഈ ശൂന്യത നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? നോക്കൂ, നമ്മുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ നമുക്ക് പറയാം, ഇതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്, ഒരു അബദ്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഒരുപക്ഷേ ഇത് മനഃപൂർവ്വം ഒഴിച്ചിട്ടതാണെങ്കിലോ, ഭാഷയ്ക്ക് വിവരിക്കാനാവാത്ത എന്തോ ഒന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം. ഇവിടെയാണ് നമ്മളൊരു വലിയ സാധ്യതയിലേക്ക് വരുന്നത്. ചില സത്യങ്ങൾ അനുഭവിച്ചറിയാനുള്ളതാണ്, അല്ലാതെ വായിച്ചറിയാനുള്ളതല്ല. സ്നേഹം, സമാധാനം, ഇതൊക്കെ പോലെ. ചിലപ്പോൾ ഏറ്റവും വലിയ അറിവ് വാക്കുകൾ തീരുന്നിടത്തായിരിക്കും തുടങ്ങുന്നത്. ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾക്ക് എളുപ്പവഴികളില്ല. അത് പെട്ടെന്നുള്ള വായനയിൽ കിട്ടുന്നതല്ല, അതിന് സമയമെടുക്കും. അതൊരു ദീർഘമായ, ആഴത്തിലുള്ള ഒരു യാത്രയാണ്. സത്യത്തിൽ ഈ ശൂന്യമായ പാളുകൾ നമ്മളെ ക്ഷണിക്കുന്നത് അങ്ങനെയൊരു യാത്രയിലേക്കാണ്. പുറത്തുള്ള ഉത്തരങ്ങൾ തേടി ഓടുന്നത് നിർത്തി സ്വയം ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ദീർഘമായ യാത്ര. പെട്ടെന്നുള്ള ഉത്തരങ്ങളല്ല, സാവധാനത്തിലുള്ള ഒരു ആത്മപരിശോധന. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കടന്നുപോയ ഈ യാത്രയുടെ ഘട്ടങ്ങൾ നോക്കൂ. ആദ്യം പുസ്തകത്തിൽ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ തുടങ്ങി. പിന്നീട് ശൂന്യതയെ കണ്ടപ്പോൾ നമ്മളൊന്ന് റസു. ഒടുവിൽ ആ നിശബ്ദതയിൽ നിന്ന് അർത്ഥം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു. പുറത്തുനിന്ന് അകത്തേക്കുള്ള ഒരു മാറ്റം. ഇപ്പോൾ നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, നിങ്ങളെക്കുറിച്ചാണ്. ഈ ശൂന്യമായ താൾ പഠിക്കാനുള്ള ഒന്നല്ല, മറിച്ച് നിങ്ങളെ തന്നെ കാണാനുള്ള ഒരു ഉപകരണമായി മാറുകയാണ്. അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഈ ഒഴിഞ്ഞ പേജ് ശരിക്കും ഒരു കണ്ണാടിയാണ്. നിങ്ങൾ എന്താണോ അതിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, അതുതന്നെയാണ് അത് നിങ്ങളിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന തിരിച്ചറിവിതാണ്: യഥാർത്ഥ ജ്ഞാനം പുറത്തുള്ള താളുകളിലല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. അത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒന്നാണ്. അതുകൊണ്ട് അവസാനം ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഈ താൾ ശൂന്യമാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ തിരിച്ചറിവുകൾ, നിങ്ങൾ ഇതിലെന്തെഴുതും? ആ യാത്ര തുടങ്ങേണ്ടത് നിങ്ങളാണ്.